ഒമാൻ തലസ്ഥാനമായ മസ്കത്തിൽ ഇന്ന് രാവിലെ വാദി അൽ കബീറിലെ പള്ളിക്ക് സമീപം നടന്ന വെടിവയ്പിൽ 9 പേർ കൊല്ലപ്പെട്ടതായി പോലീസ് അറിയിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 3 തോക്കുധാരികളും 4 പാകിസ്ഥാൻ സ്വദേശികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. സംഭവത്തിൽ പരിക്കേറ്റ 30ഓളം പേർ ചികിത്സയിലാണ്. വാദി അൽ കബീറിലൂടെയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് പോലീസ് അറിയിച്ചു. കുവൈത്തിൽ ഫാമിലി വിസയ്ക്ക് അപേക്ഷിക്കാൻ ഡിഗ്രി യോഗ്യത വേണമെന്ന നിബന്ധന സർക്കാർ റദ്ദാക്കി. ഇനി പ്രവാസികൾക്ക് ഭാര്യയെയും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും യൂണിവേഴ്സിറ്റി ബിരുദമില്ലാതെ തന്നെ രാജ്യത്തേക്ക് കൊണ്ടുവരാം. എന്നാൽ കുടുംബത്തെ കൊണ്ടുവരുന്നവർക്ക് മിനിമം ശമ്പളം 800 കുവൈറ്റ് ദിനാർ വേണമെന്നും വ്യവസ്ഥയുണ്ട്. ഖത്തറിൽ നിരോധിത സ്ഥലത്ത് പുകവലിച്ചാൽ 1000 മുതൽ 3000 റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം. മെട്രോ റെയിൽ, മെട്രോ സ്റ്റേഷനുകൾ, ബസ്സുകൾ തുടങ്ങി പൊതുഗതാഗത സംവിധാനങ്ങളിലും പുകവലി നിരോധിച്ചിട്ടുണ്ട്. അടച്ചിട്ട സ്ഥലങ്ങളിൽ പുകവലിക്കുന്നതും പുകയില ഉൽപ്പന്നങ്ങൾ 18 വയസ്സിന് താഴെയുള്ളവർക്ക് വിൽക്കുന്നതും രാജ്യത്ത് പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഒമാനിൽ ലൈസൻസ് ഇല്ലാതെ സാഹസിക യാത്ര സംഘടിപ്പിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി അധികൃതർ. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ലൈസൻസ് ഇല്ലാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് 10 ദിവസം മുതൽ 6 മാസം വരെ തടവും 6000 മുതൽ 50,000 റിയാൽ വരെ പിഴയും ശിക്ഷ ലഭിക്കും. കുവൈത്തിൽ ഗതാഗത നിയമ ഭേദഗതി ഈ വർഷം മുതൽ നടപ്പാക്കാൻ നീക്കം. ട്രാഫിക് അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വർഷാവസാനത്തോടെ ഭേദഗതികൾ പ്രാബല്യത്തിൽ വരുന്നത്. നിരീക്ഷണം ശക്തമാക്കാനും പിഴ കുത്തനെ ഉയർത്താനുമാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. മാനുഷിക സഹായം ഏകോപിപ്പിക്കാൻ ഐക്യരാഷ്ട്രസഭ ഖത്തറിൽ ഓഫീസ് തുറക്കും. ഇതിനായി UN ഓഫീസും ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും കരാറിൽ ഒപ്പുവച്ചു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയ അന്താരാഷ്ട്ര വകുപ്പ് മേധാവി ഷെയ്ഖ് ഹനൂഫ് ബിന്ദ് അബ്ദുറഹിമാൻ അൽദാനിയും UN വേണ്ടി ഡോക്ടർ അഹമ്മദ് മാരിയും കരാറിൽ ഒപ്പുവച്ചു. UAE-യിൽ നിർധനരായ 9000 കുട്ടികൾക്കുള്ള സ്കൂൾ കിറ്റ് തയ്യാറാക്കി സ്കൂൾ വിദ്യാർത്ഥികൾ. 12 സ്കൂളുകളിൽ നിന്നുള്ള 3573 കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ചേർന്നാണ് കിറ്റുകൾ തയ്യാറാക്കിയത്. വിവിധ സ്കൂളുകളിൽ നിരവധി പ്രോഗ്രാമുകളിലൂടെ പണം സമാഹരിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ സ്കൂളുകൾക്ക് കലക്ടർ അവധി പ്രഖ്യാപിച്ചു. മലയോര മേഖലയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപകമായ നാശനഷ്ടം.